നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്ന ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാനാകാതെ കുഴയുകയാണ് കർണാടക പോലീസ്. ഇന്നലെ രാവിലെ സുരക്ഷാ ജീവനക്കാരെ കൊലപ്പെടുത്തി പണം തട്ടിയ പ്രതികൾ നേരെ പോയത് ഹൈദരാബാദിലേക്കാണ്. അവിടെ നിന്നും ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. ഇതിനായി അഫ്സൽഗഞ്ചിലെ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്നും റായ്പൂരിലേക്ക് പ്രതികൾ ടിക്കറ്റ് എടുത്തു. ഇവരെ കണ്ട് സംശയം തോന്നിയ ട്രാവൽ ഏജൻസി ജീവനക്കാരൻ ബാഗ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു. ഇത് തടഞ്ഞ പ്രതികൾ ജീവനക്കാരന് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇയാൾ വഴങ്ങാതായതോടെ ജീവനക്കാരന് നേരെ നിറയൊഴിച്ചു. വെടിയൊച്ച കേട്ട് പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികൾ കടന്നുകളഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക പോലീസ് ഹൈദരാബാദിലെത്തിയിരുന്നു. പ്രതികളെ പിടികൂടാൻ തെലങ്കാന കർണാടക പോലീസ് സേനകൾ സംയുക്ത പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അന്വേഷണം ഛത്തീസ്ഗഡിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ 11:30യോടെയാണ് ബീദറിലെ ശിവാജി നഗറിലെ SBIയുടെ ATMൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന 93 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തത്. കവർച്ച തടയാനെത്തിയ 2 സുരക്ഷാ ജീവനക്കാരെയും പ്രതികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.